അല്ലാഹുവേ, ഞങ്ങൾ പലതരത്തിലുള്ള തെറ്റുകൾ ചെയ്തു പോയി. നിന്നെ മറന്നുകൊണ്ട് റബ്ബേ, നീ എല്ലാം അറിയുന്ന ധാരാളമായി പറയുമ്പോഴും നിന്നെ മറന്നുകൊണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്തവരാണ്. തൗഹീദ് പറയുമ്പോഴും ശിർക്ക് ചെയ്തവരാ. സുന്നത്തിനെ കുറിച്ച് ധാരാളമായി പറയുമ്പോഴും വിദഅത്തിൽ ഇടപെട്ടു പോയവരാണല്ലോ. അല്ലാഹുവേ, നന്മയെ കുറിച്ച് പറയുമ്പോഴും തിന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു പോയി. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായിട്ടും ഒറ്റയ്ക്കും കൂട്ടായും മനസ്സാവാചാകർമ്മണ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ. അല്ലാഹുവേ, നീ ഗഫൂറുർ റഹീമാണ്, നീ അല്ലാമുൽ ഖുർബാൻ, നീ അങ്ങേറ്റം കരുണയുള്ള യജമാനനാണ്. അല്ലാഹു 70 ഉമ്മയെക്കാളും ഉപ്പയെക്കാളും തന്റെ അടിമകളോട് സ്നേഹമുള്ള ദയാലുവാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ചെയ്യാൻ കഴിയാത്ത കാരുണ്യം ഇന്ന് വരെ ഈ നിമിഷം ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ യജമാനനെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഒരു പാപിയായി ഈ സദസ്സിൽ ഞങ്ങളെ പുറപ്പെടുവിക്കല്ലേ. ഒരു തെറ്റുകുറ്റവുമില്ലാത്ത ഒരു പിഞ്ചോമന കുട്ടിയെ പോലെ ഞങ്ങളെ ഇവിടെ നീ പുറത്താക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞ് സമ്മതിക്കുന്നു റബ്ബേ, നീ ഉന്നതനും മഹാനുമായിരിക്കെ നിന്റെ മുന്നിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. അല്ലാ, ഞങ്ങൾ ഓരോ തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് ആരോഗ്യം തന്ന അല്ലാ, ഞങ്ങൾക്ക് റൂഹ് തന്ന അല്ലാ, യുക്തിയും ബുദ്ധിയും ശക്തിയും തന്ന അല്ലാ, അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിന്നെ മറന്നു പോയല്ലാ. റബ്ബേ, ഞങ്ങൾ നിന്നെ മറന്നുപോയി. നീ ഞങ്ങളെ മറക്കാതെ ഈ സമയം വരെയും ഞങ്ങൾക്ക് കാവൽ നൽകുന്ന അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ നീ പാപിയായി ശേഷിപ്പിക്കല്ലേ. അർഹമുർ-റഹീമീനായ അല്ലാഹ്, ഒത്തിരി കുന്നോളം തെറ്റുകൾ ചെയ്ത് കുഴിയിലകപ്പെട്ട പാപികളാണ്. ഞങ്ങളുടെ പാപം പൊറുക്കാൻ നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാഹുവേ. നീയാണ് ഞങ്ങളുടെ മാലിക്കുൽ മുലൂക്ക്. ഞങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന യജമാനൻ നീ മാത്രമാണ്. നീ ഞങ്ങളെ കൈവിട്ടാൽ ഞങ്ങളെ പിടിച്ചണയ്ക്കാൻ ഈ ലോകത്താർക്കും കഴിയില്ല അല്ലാഹ്. നീ ഞങ്ങളെ ശിക്ഷിച്ചാൽ ഞങ്ങളെ രക്ഷിക്കാൻ മറ്റാർക്കൊരു അധികാരവുമില്ല. നീ ഞങ്ങളെ രക്ഷിച്ചാലോ ഞങ്ങളെ ശിക്ഷിക്കുവാൻ അധികാരമുള്ളവനും ലോകത്ത് നീ പടച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഏറ്റവും കരുണ ചെയ്യുന്ന അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹ്, നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു, ഒരു മച്ചിപ്പെണ്ണ് വീട്ടിൽ പ്രസവിച്ചാൽ ആ വീട്ടുകാർക്ക് എത്രത്തോളം സന്തോഷം വരുമോ, അതിനേക്കാൾ തെറ്റും കുറ്റവും ചെയ്തവൻ വഴിപാവി പാപത്തിന്റെ പണ്ഡാരവുമായി കടന്നു വരുമ്പോൾ അവനക്ക് വേണ്ടി പുറത്തു കൊടുക്കാൻ അവന്റെ പാപമോചനത്തിൽ സന്തോഷിക്കുന്ന റബ്ബാണ് നീ എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. അല്ലാഹുവേ, തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മുതൽ നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സന്തോഷം എത്ര ഭയങ്കരമാണല്ലോ. അതിനേക്കാൾ ഉപരിയായി നിന്നെ നിഷേധിച്ച, നിന്റെ മുമ്പിൽ വിരൽ ചൂണ്ടിയ, നിന്നെ
ദോഷിയായ അടിമന്റെ അടുക്കൽ വന്നുകൊണ്ട് അല്ലാഹ് പൊറുക്കണമെന്ന് പറയുമ്പോൾ സ്നേഹത്തോടുകൂടി പൊറുക്കുന്ന അല്ലാഹ്, നിന്നെപ്പോലെ സ്നേഹമുള്ളവൻ, നിന്നെപ്പോലെ കരുണയുള്ളവൻ ആരാണുള്ള? നിനക്ക് പകരം വയ്ക്കാൻ നീ മാത്രമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പ് നൽകണം അല്ലാഹ്. ഇനി ഒരിക്കലും പാപം ചെയ്യാനുള്ള ഒരവസരങ്ങൾക്ക് നീ വിധിക്കരുതേ. ശേഷിക്കുന്ന കാലഘട്ടം പാപരഹിതമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹുവേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് വേണ്ടി ധാരാളം കഷ്ടപ്പെട്ട അല്ലാഹുവേ, ഞങ്ങൾ ഉറങ്ങുന്നതിന് വേണ്ടി ഞങ്ങളെ താരാട്ടി കാട്ടി ഉറക്കിയ ഉപ്പയും ഉമ്മയുമാണല്ലാഹ്. ഞങ്ങളുടെ വാപ്പയും ഉമ്മയും അല്ലാഹ് പകലന്തിയോളം കഷ്ടപ്പെട്ടത് അവർക്ക് വേണ്ടിയല്ല അല്ലാഹ്. അവരെല്ലാം കഷ്ടപ്പെട്ടത് അവര് പെറ്റെടുത്ത മക്കൾക്ക് വേണ്ടിയാണ് അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളെ മറന്ന് ജീവിക്കുന്നല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. അവരുടെ ഖബർ നീ ഐശ്വര്യമാക്കണേ അല്ലാഹ്. സ്വർഗീയ ആരാമമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ സലഫ് സ്വാലിഹീങ്ങൾക്ക് നീ കൊടുക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ ദറജാത്തുകളും അവിടെ ഖബറിൽ നീ എത്തിക്കണം അല്ലാഹ്. അവർ സന്തോഷിക്കുന്നത് കാണാൻ കേൾക്കാനുള്ള എല്ലാവിധമായ ദറജാത്ത് ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ മരണപ്പെട്ടു പോകുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന സഹചാരികളെ ഞങ്ങൾക്ക് നീ മിത്രമായി നൽകണം അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, ധാരാളം സ്വലാത്തും സലാമും ചൊല്ലിയ ഒരു മജ്ലിസാണ്. അത് നീ കബൂലാക്കണം അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. അത് ധാരാളം തെറ്റുകളും കുറ്റങ്ങളും പഴവുകളും ഉണ്ട് അല്ലാഹ്. കുറ്റവും തെറ്റും ഇല്ലാത്ത നീ മാത്രമല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് പുറത്തു നീ മാപ്പ് നൽകണം അല്ലാഹ്. ഞങ്ങൾ ഇന്ന് വരെ ചെയ്ത സർവ്വ ദുആകളെയും നീ സ്വീകരിച്ചാലും അല്ലാഹ്, ഇന്ന് വരെ ഞങ്ങൾ ചെയ്തതായ എല്ലാ സൽക്കർമ്മങ്ങളെയും നീ സ്വീകരിച്ചാലും അല്ലാഹ്, ഇനി ഞങ്ങളെ കൊണ്ട് നീ ചെയ്യിപ്പിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ ഇബാദത്ത് നീ ഏകാഗ്രതയും മനഃശുദ്ധിയും പ്രധാനം ചെയ്യണം അല്ലാഹ്. അല്ലാഹു, നിനക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയ വിഭാഗത്തിൽ നാളെ മഹ്ശറയിൽ അർശിന്റെ തല ലഭിക്കുന്ന വിഭാഗത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റബ്ബേ, ഈ ഫസ്ലിലേക്ക് കടന്നു വന്ന ഒരാണോ പെണ്ണോ ഒരു കുഞ്ഞോ അല്ലാഹുവേ പാഴായവരെ ഉൾപ്പെടുത്തരുതേ. അല്ലാഹുവേ, ഒന്നുമില്ല എങ്കിലും അവസാനം കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ധാരാളം മുഅ്മിനീങ്ങൾ ധാരാളം പ്രശ്നങ്ങളുമായി വന്നിട്ടുണ്ട് റബ്ബേ. ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും വലുതല്ല അല്ലാഹ്. ഞങ്ങൾ ചുറ്റുഭാഗം കണ്ണോടിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല അല്ലാഹുവേ. ആർസിസിയിലെ വാർഡൊന്ന് കയറി ഇറങ്ങിയാൽ ഞങ്ങൾക്ക് രോഗവുമില്ല അല്ലാഹ്. അല്ലാഹ്, ഭക്ഷണം നീട്ടിയാൽ ഭക്ഷണം വേണ്ട ഉസ്താദേ, 10 രൂപ കൊടുത്താൽ രൂപ വേണ്ട ഉസ്താദേ, പിന്നെന്താ മക്കളെ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ മരിക്കാനൊന്ന് ദുആ ചെയ്യുമോ
ഈ വേദന സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ധാരാളം രോഗികളുണ്ട്. പടച്ചവനെ, അവരുടെ അവസ്ഥ നീ എല്ലാവരും അറിയില്ല റഹ്മാനേ. ഞങ്ങളാ താങ്ങാൻ കഴിയാത്ത രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ നീ പരിശോധിക്കല്ലേ അല്ലാഹുവേ. എല്ലാം പറയും നിന്റെ മുമ്പിൽ ഓരോന്നും നിരത്തി വെക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല പടച്ചവൻ ഖുർആനേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മറ്റുള്ള അംബിയാ മുർസലീങ്ങളും സലഫു സാലിഹീങ്ങളും നിന്റെ അടുക്കൽ എന്തെല്ലാം ഖൈറായ കാര്യങ്ങൾ ഇഹലോകത്തും ചോദിച്ചിട്ടുണ്ടോ അല്ലാഹ്, അവർക്കെല്ലാം ഈ ലോകത്തും കൊടുത്ത സർവ ഖൈറുകളും ഞങ്ങൾക്ക് നീ നിന്റെ ഔദാര്യം കൊണ്ട് നൽകണേ, നിന്റെ ഔദാര്യം കൊണ്ട് നൽകണേ അല്ലാഹുവേ. നിന്റെ ഹബീബായ മുത്തായ റസൂലുള്ളാഹി മറ്റുള്ള അംബിയാ മുർസലീങ്ങളും സലഫു സാലിഹീങ്ങളായ നിന്റെ ദാസന്മാരും ഈ ലോകത്തും പരലോകത്തും ഏതെല്ലാം വിഷമങ്ങൾ തൊട്ട് നിന്നോട് കാവൽ തേടിച്ചിട്ടുണ്ടോ, ഏതെല്ലാം വിഷമങ്ങൾക്ക് നിർഭയത്വം തേടിയിട്ടുണ്ടോ, ഏതെല്ലാം പ്രശ്നങ്ങൾ തൊട്ട് കാവൽ തേടിയിട്ടുണ്ടോ, അതുകൾ തൊട്ടെല്ലാം ന്യൂനങ്ങൾ കാവലിനെ തോരുന്നു അല്ലാഹുവേ. ഞങ്ങൾക്ക് നീ ഈ ലോകത്തും രക്ഷയും തണലും നൽകണേ. ഞങ്ങൾ കാരണമായിട്ട് ലോകത്ത് ഒരു മുഅ്മിനും ദുഃഖിക്കേണ്ട ഒരു അവസ്ഥ വരാതെ നീ കാക്കണേ അല്ലാഹ്. ഞങ്ങൾ കാരണമായിട്ട് ഈ ലോകത്തൊരു മുഅ്മിനെയും സന്തോഷിക്കാനുള്ള ചുറ്റുപാട് നീ ഒരുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ്, അർഹമുർ റഹീമീനായ അല്ലാഹ്, റിയാദുൽ മുസ്ലിമീനായ അല്ലാഹ്, മലിക്കുൽ മുലൂകായ അല്ലാഹുവേ. പലസ്തീന് നീ ഒരു സമ്പൂർണമായ സ്വതന്ത്ര രാഷ്ട്രമാക്കണേ അല്ലാഹ്. അത് കാണുവാനും കേൾക്കുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് അല്ലാഹു. യഹൂദികളുടെ കരങ്ങളിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസ് നീ മോചിപ്പിക്കണേ അല്ലാഹ്, നീ ശുദ്ധിയാക്കണേ അല്ലാഹ്. മുസ്ലിമീങ്ങളെ കൊണ്ട് നിറയ്ക്കണേ അല്ലാഹ്, ഇബാദത്ത് കൊണ്ട് നിറയ്ക്കണം അല്ലാഹ്, നിന്റെ ആരിഫീങ്ങളെയും മാബിദീങ്ങളും നിറയ്ക്കണം അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ഹബീബായ നിന്റെ മുത്ത് റസൂൽ ധാരാളം അംബിയാ മുർസലീങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ച പുണ്യഗേഹമാണ് അല്ലാഹ്, അശുദ്ധമായി പോയി റബ്ബേ. യഹൂദികളുടെ കാരണത്താൽ അശുദ്ധമായി പോയി അല്ലാഹ്. ചോരയും നീരുമായി മാറിയ ഗുണപ്പെട്ട് കിടക്കുന്നതായ പട്ടണത്തെ നീ മോചിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പിഞ്ചോമന മക്കൾ ദാഹത്തിന് വേണ്ടി പൊട്ടി നിലവിക്കുന്ന മക്കൾക്ക് നീ ദാഹജലം കൊടുക്കണേ അല്ലാഹ്. ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന മക്കൾക്ക് നീ ഭക്ഷണം കൊടുക്കണേ അല്ലാഹുവേ. മണ്ണുവാരുമായിട്ടുകൊണ്ട് ഞങ്ങൾക്ക് വിശക്കെന്ന് പറയുന്ന മക്കളെ കണ്ണീർ കൊണ്ടല്ലാതെ കാണാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് കൃപ ചെയ്യണേ അല്ലാഹുവേ. ഈ സമൂഹത്തിന് നന്നാക്കണേ അല്ലാഹുവേ. പലസ്തീൻ നീ പരിശുദ്ധമാക്കണേ അല്ലാഹ്. നിന്റെ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു പറഞ്ഞ പവിത്രമായ വാക്ക് പുറത്ത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന പാവങ്ങളാണ് അല്ലാഹുവേ. നിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ അവിടെ ദുആ ചെയ്യും അല്ലാഹുവേ. അവിടെ ദുആ ചെയ്ത ദുആ നീ സ്വീകരിച്ചു അല്ലാഹുവേ. ഞങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഇതിനേക്കാൾ എത്രയോ കടല് പോലത്തെ കണ്ണുനീര്. ഉമ്മയില്ലാത്ത ഉപ്പയില്ലാത്ത വീടില്ലാതെ കൂടില്ലാതെ ബന്ധുക്കളാരുമില്ല. ഓരോ രീതിയിൽ അല്ലാതെ ശബ്ദവും ബോംബിന്റെ ശബ്ദവും ഇല്ലാതെ ഒന്നുമില്ലാതെ കരയുന്നു, തേങ്ങിക്കരയുന്നു. ഞങ്ങളുടെ മക്കൾക്ക് നീ കൃപ ചെയ്യണേ അല്ലാഹ്.
അല്ലാഹുവേ എത്രയും പെട്ടെന്ന് നീ വിജയം നീ നിശ്ചിതമാക്കണം. ഞങ്ങൾ മരണപ്പെടുന്നതിന് മുമ്പ് ആ സന്തോഷ വാർത്ത കാണാൻ കേൾക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അർഹമറാഹിമീനായ ഗസ്വായിലെ സുഖദീൻ അല്ലാഹുവേ ഫലസ്തീനിലെ മുഅ്മിനീങ്ങൾ നീ കൃപ ചെയ്യണേ അവിടെ വിഷമങ്ങൾ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് പട്ടിണിയില്ല ഞങ്ങൾക്ക് വിശപ്പില്ല ദാഹമില്ല ഞങ്ങൾ ചുറ്റുപാടും ജ്യൂസും വെള്ളവും ധാരാളം ഉണ്ട് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കൊണ്ട് റബ്ബേ കഴിച്ചിട്ട് കൊണ്ട് കളയുന്നവരാണല്ല. ആ മക്കൾ ഒരു കട്ടൻ റൊട്ടിക്ക് വേണ്ടി ഒരു വെള്ളത്തിന് വേണ്ടി കരയുന്നു. കണ്ണ് കാണിക്കാൻ നീ എല്ലാം മറ്റാരുമില്ല. ആ മക്കൾക്ക് നീക്കുന്ന ചെയ്യണേ യഹൂദികളെ തുടച്ച് നീക്കണേ ആ മരുഭൂമി യഹൂദികളെ തുടച്ച് നീക്കണേ റസൂല് പറഞ്ഞല്ലോ പലസ്തീൻ തിരിച്ചു കണ്ടിട്ടല്ല ലോകത്തിന് അന്ത്യമില്ല. അല്ലാഹു അങ്ങനത്തെ ഒരു കാലഘട്ടത്തെ നീ എത്രയും വേഗം സജ്ജമാക്കണേ അർഹമറാഹിമീനായ ഞങ്ങളെ തെറ്റുകൊണ്ടാണോ ആ മക്കൾക്ക് ഗതികേടി വന്നത്? അല്ലാഹുവേ ഞങ്ങളുടെ ഭാവമാണോ ആ മക്കൾക്ക് അവസ്ഥ വന്നത്? ഞങ്ങൾ സ്വയം ചിന്തിക്കേണ്ടവരാണല്ലോ അല്ലാഹുവേ. ഞങ്ങൾ കാരണമായിട്ടാണെങ്കിൽ ഞങ്ങൾ നീ ശിക്ഷിക്കരുതേ ഭാവികളായ ഞങ്ങൾക്കും അവർക്കും നീ പുറത്തു മാപ്പ് നൽകണേ ധാരാളം പഞ്ചോമന മക്കളിന്നും അല്ലാഹുവേ നിമിഷം വരെയും അയണഭൂമിയിൽ ചോരയിൽ നീരുമായി അടർന്നു വീടുപോയി അവർക്ക് നീ വാഗ്ദാനം ചെയ്ത സ്വർഗം എത്ര സന്തോഷമുള്ളതാണല്ലോ. പടച്ചതമ്പുരാനെ അവർക്ക് നീ ആനന്ദം കൊടുക്കണേ അവിടെ ഈമാൻ ഞങ്ങൾക്ക് നൽകണേ ഇസ്തിഖാമത്ത് ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ അവരനുഭവിക്കുന്നത് നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾ സന്തോഷത്തോടെ സുഖത്തോടുകൂടി ഇരുന്ന് ദുആ ചെയ്യുമ്പോൾ അവര് കണ്ണുനീരോടുകൂടി എരിപൊരിമയുന്ന വെയിലത്തിന്റെ ഓരത്തിരുന്ന് തറയിൽ കിടക്കുന്ന മണൽ വാരി വായിലിട്ടിട്ട് വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ല. കണ്ണുനീര് കൊണ്ട് ദാഹജലം തീർക്കുന്ന മക്കളോ അല്ലാഹുവേ നീ കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും കൃപ ചെയ്യണേ ഈ ധാരാളം തരുവ ചെയ്യിക്കണേ അല്ലാഹുവേ. ഞങ്ങളെ എല്ലാവരെയും നീ ഇരുലോക വിജയിൽ ഉൾപ്പെടുത്തണേ ഇരുലോക വിജയിൽ ഉൾപ്പെടുത്തണേ ഇരുലോകത്തിൽ വിജയിച്ച മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തണേ ഞങ്ങൾക്ക് ഹിദായത്തും വിലായത്തും കറാമത്തും കശ്ഫും മഗ്രിബത്തും മഗ്ഫിറത്തും മർഹമത്തും ഇരുലോകവും വിജയവും നൽകണേ അല്ലാഹ്. നിന്നെ മാത്രം പേടിക്കുകയും നിന്നെ മാത്രം ആശിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ മുത്തഖീങ്ങൾ നീ ഉൾപ്പെടുത്തണേ നീ അല്ലാത്തതൊന്നും ഞങ്ങൾക്ക് നീ ഒരിക്കലും ആവശ്യമാക്കല്ലേ പെണ്ണിന്റെയും മണ്ണിന്റെയും പണക്കാരന്റെയും ഇബ്ലീസിന്റെ അടിമയാക്കല്ലേ സ്വയം പര്യാപ്ത സർവവിഷയത്തിൽ നൽകണേ ഒരു ചില്ലിക്കാശിന് പോലും ഒരു നയാ പൈസയ്ക്ക് പോലും ആടെ മുമ്പിലും വ്യാജിക്കേണ്ട അല്ലെങ്കിൽ തലചൊറിയേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കാർക്ക് നീ ഒരിക്കലും വെക്കല്ലേ പണക്കാരനിക്ക് 8 ദുർഗുണമുണ്ടെന്ന് മുത്ത് റസൂൽ. അല്ലാഹു അങ്ങനത്തെ പണം തന്നെ പരിശോധിക്കല്ലേ അല്ലാഹു അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള ഒരു പണക്കാരനാക്കണേ നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നെ എപ്രകാരമാണോ കാണുക അതുപോലെ അബൂബക്കറും കാണുമെന്ന് മുത്ത് റസൂൽ പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സൽസ്വഭാവവും ദുനിയാവും ആഖിറവും അല്ലാഹു റസൂൽ അർപ്പിച്ചത് കൊണ്ടാണ്. അല്ലാഹുവേ ദുനിയാവിലുള്ള പ്രേമം ഞങ്ങൾ തൊട്ട് നീ മാറ്റിത്തരണം അല്ലാഹ്. അതുപരി പരലോകത്തോടുള്ള പ്രേമം ഞങ്ങൾ എടുത്ത് മാറ്റിത്തരണേ അല്ലാഹ്.
ഞങ്ങൾക്ക് പ്രേമം നിന്നോട് മാത്രമാക്കണേ അല്ലാ. സഫായും മറവയും നിന്റെ ഷായിറാക്കിയ അല്ലാ, ഞങ്ങൾ നിന്റെ അടയാളമാക്കണേ അല്ലാ. സഫായും മറവയും ഹജറുൽ അസ്വദുമെല്ലാം നിന്റെ നിന്റെ അടുക്കൽ ദുആക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങളാക്കിയതുപോലെ ഞങ്ങളെ ദുആക്ക് ഇജാബത്തുള്ള അടിമകളാക്കണേ റബ്ബേ. ഞങ്ങൾ ഏത് സമയം കൈയുയർത്തി നിന്റെ മുമ്പിൽ യാചിച്ചാലും ആ നിമിഷം ഞങ്ങളെ യാചനകൾക്ക് നീ ഉത്തരം നൽകണേ. ആ തരത്തിൽ ഞങ്ങൾ നീ ഉന്നതരാക്കണേ അല്ലാ. നിന്റെ ഇഷ്ടനാശന്മാരെ ഉൾപ്പെടുത്തണേ അല്ലാ. എല്ലാ ദുർഗുണങ്ങളെയും ദുശ്ചെയ്തികളെയും നീ മാറ്റിത്ത അല്ലാ. പകരം നിന്റെ ഗുണം തന്ന് അനുഗ്രഹിക്കണേ. നിന്റെ ഹബീബിന്റെ ഗുണം നൽകണേ അല്ലാ. റസൂലുള്ളാഹിയുടെ നായിബുകളാക്കി ഞങ്ങളെ മാറ്റണേ അല്ലാ. ഞങ്ങൾ നിന്റെ അർശാക്കി നീ മാറ്റണേ അല്ലാ. മുഅ്മിനീങ്ങളുടെ ഹൃദയമാക്കണേ അല്ലാ. ദുആക്ക് ഇജാബത്തുള്ള മുത്തഖീകളിലാക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്നെ ഭയന്ന് സദാസമയം ഇബാദത്ത് ചെയ്യുന്ന മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ദുനിയാവിൽ ആരുടെ പേരിനും പ്രസിദ്ധിക്കും വേണ്ടി ജീവിക്കാൻ ഒരു ശ്വാസം പോലും ഞങ്ങൾക്ക് നൽകണ്ട. അതിനുമുമ്പ് ഞങ്ങൾ നീ പിടിക്കണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചാൽ ആ ജീവിതത്തിന്റെ അവസാനം വരെയും നിനക്ക് വേണ്ടി മാത്രമാക്കണേ അല്ലാ. നീ എന്ന ചിന്തയിൽ മാത്രമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നീയാക്കണം അല്ലാ. ഞങ്ങളെ നീയാക്കണം അല്ലാ. ഇത് ഏറ്റവും വലിയൊരു കാര്യമാണല്ലാ. പക്ഷേ നിനക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ്. ഞങ്ങൾക്കല്ല യോഗ്യതയില്ല എങ്കിലും ഞങ്ങളെ യോഗ്യതയാക്കാൻ നിനക്കല്ലാതെ ആക്കാൻ റബ്ബേ കഴിവുള്ളത്. അല്ലാഹു എന്ത് ചോദിക്കണമെന്ന് എനിക്കറിയില്ല, എങ്ങനെ ചോദിക്കണമെന്നും അറിയില്ല. ധാരാളം മുത്തഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഹാഫിളീങ്ങളും ഇരിക്കുന്ന സദസ്സാണല്ലോ റബ്ബേ. അവരുടെ എല്ലാം ബർക്കത്ത് കൊണ്ട് സാധുവായ പാപിയായ ഞാൻ ഒന്നിനും യോഗ്യനല്ല എന്ന് നിന്റെ മുമ്പിൽ യാചിക്കുന്നു അല്ലാഹ്. റബ്ബേ, ഇന്ന് വരെ യാചിച്ച ഒന്നും നീ തട്ടിയിട്ടില്ല. അന്തസ്സോടെ ഞാൻ ആഭിജാത്യത്തോടെ ഓർക്കുന്നു തന്നെയാണ് അല്ലാഹ്. ഇനിയുള്ള കാര്യങ്ങൾ നീ ഖൈറും ബർക്കത്തും ചെയ്യണേ അല്ലാഹുവേ. ഞങ്ങളെ എല്ലാ പേരെയും നീ നിനക്ക് വേണ്ടി ഒന്നാക്കണേ. നിനക്ക് വേണ്ടി ഒന്നാക്കണേ. നിനക്ക് ഞങ്ങൾ നീ സംഘടിപ്പിക്കണേ അല്ലാഹ്. അവസ്ഥയിലേക്ക് ഞങ്ങൾ നീ മാറ്റണേ അല്ലാഹ്. എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ അത് ഞങ്ങൾ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ അല്ലാഹ്. ഒരു സാധുവായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ കണ്ണുനീര് ലോകത്ത് വീണാൽ നിനക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമാണല്ലോ അല്ലാഹ്. അല്ലാഹ്, ഇവിടെ കൂടിയ പല മക്കളും അല്ലാഹ് കണ്ണുനീരെത്തിട്ട് വീഴുന്നു അല്ലാഹ്. ആ കണ്ണുനീരിന് നീ വില കൽപ്പിച്ചുകൊണ്ട് അർഹമറാഹിമേ ഞങ്ങളെ എല്ലാവരെയും നീ നിന്റെ ഔലിയാക്കളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങൾ നിന്റെ ഔലിയാക്കളിൽ ഉൾപ്പെടുത്തണേ. നിന്റെ ഔലിയാക്കളിൽ ഉൾപ്പെടുത്തണേ. ഞങ്ങളുടെ ജീവിതവും മരണവും ഔലിയാക്കളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മരണം കണ്ടുകൊണ്ട് മറ്റുള്ള മുഅ്മിനീങ്ങൾ ഇതുപോലെ മരിക്കണമെന്ന് ആശിക്കുന്ന വിധത്തിൽ ഞങ്ങൾക്ക് നല്ല മരണം നീ ഔദാര്യമായി നൽകണേ അല്ലാഹ്. ഔദാര്യമായി നൽകണേ അല്ലാഹ്. അല്ലാഹ്, എത്ര കാലം ജീവിച്ചിരുന്നാലും ആരെല്ലാം പുകഴ്ത്തിയാലും നികഴ്ത്തിയാലും എന്തെല്ലാം സമ്പാദിച്ചാലും ഈ ലോകത്തിൽ നിന്ന് വെറും 3 കഷ്ണം തുണിയുമായി 6 അടി മണ്ണിൽ വരേണ്ടവരാ. അന്ന് ഞങ്ങൾക്ക് വേറെ ആരാണുള്ളത് അല്ലാഹ്? നീ അല്ലാതെ ആരുമില്ലല്ലോ. 6 അടി മണ്ണിൽ റബ്ബേ 2ഉം 3ഉം
സെന്റിമീറ്റർ നീളമുള്ള പുഴുക്കൾ കവറിൽ കുത്തി നുറുങ്ങുമ്പോൾ 3 ദിവസം കൊണ്ട് കണ്ണുകൾ ചൂന്ന് തിന്നുമ്പോൾ വളരെയധികം യുക്തിപൂർവ്വം പലരെയും തുലയ്ക്കാൻ വേണ്ടി ശ്രമിച്ച, പലരെയും അപകടത്തിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ച, ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ച, പലതരത്തിലുള്ള യുക്തിയും ബുദ്ധിയും പ്രയോഗിച്ച മസ്തിഷ്കങ്ങളിലേക്ക് ചെതലുകൾ കടിച്ചിറങ്ങി പോകുമ്പോൾ അവിടുന്ന് മോചനം ലഭിക്കുന്ന ഒരു ബുദ്ധിയും ഞങ്ങൾ ഇതുവരെയും കണ്ടില്ല. സ്വന്തത്തെ മറന്നുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഇറങ്ങിയവരാണ്. ഈ വിളിയേക്കാൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു വിളിയില്ലല്ലോ. അല്ലാഹുവേ, ഞങ്ങളുടെ നാടിയും നരമ്പും മജ്ജയും മാംസവും രോമഭൂമങ്ങളും അല്ലാ 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 എന്ന് വിളിക്കുന്നത് ഞങ്ങൾക്ക് പോലും കേട്ടാനന്ദിക്കാൻ ഞങ്ങൾ നീ ഉൾക്കിഷ്ടരാക്കണേ അല്ലാ. ഞങ്ങൾ നീ കൈവരിയല്ലേ, ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വായിലായാലും നസീഹത്തിലായാലും അല്ലാ നീ അത് പൊറുക്കണേ. അതിന്റെ പേരിൽ ഞങ്ങൾക്കൊരു ഇബാദത്തും തടസ്സമാക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് നൽകുന്ന ഓരോ നിഅമത്തുകളും നീയുമായി അടുക്കാൻ അനുഭവിക്കുന്നതാക്കണമല്ല. പടച്ചവനെ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗം നീ നൽകിയാൽ ഞങ്ങളുടെ ഈമാനെ ബാധിക്കുന്നതാക്കല്ലേ, ഹിദായത്തിനെ ബാധിക്കുന്നതാക്കല്ലേ, ഇസ്തിഖാമത്തിനെ ബാധിക്കുന്നതാക്കല്ലേ. അല്ലാഹുവേ, നിന്നെ മറക്കുന്ന ഒരു സുഖവും ഞങ്ങൾക്ക് നീ ഒരു ലോകത്തും നൽകല്ലേ അല്ലാ. ഒരു ലോകത്തും നിന്നെ മറക്കുന്ന ഒരു സുഖത്തിന്റെ അടിമയാക്കല്ലേ. ഇരുലോകത്തും നീയാണ് ഞങ്ങളുടെ സുഖം, നീയാണ് ഞങ്ങളുടെ ആനന്ദം, നീയാണ് ഞങ്ങളുടെ സൗരഭ്യം, നീയാണ് ഞങ്ങളുടെ അന്തസ് അല്ലാ. നീയാണ് ഞങ്ങളുടെ ആഭിജാത്യം. ഈ നിലയ്ക്ക് ഞങ്ങളെ ആക്കണേ അല്ലാ. ബദറിലും ഉഹദിലും ഹുനൈനിലും ഖന്തക്കിലും തബൂക്കിലും ഇന്ന് പലസ്തീനിലും കേൾക്കുന്ന അല്ലാഹു അഹദ് എന്ന ശബ്ദം ഞങ്ങളുടെ ഹൃദയാന്തരത്തിൽ നിന്നും പൊട്ടി പൊട്ടി വരണം അല്ലാ. അല്ലാ, നിന്നെ പേടിച്ച് കരയുന്ന കണ്ണുകൾ നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്നെ പേടിച്ച് കരയുന്ന കണ്ണുകൾ നൽകണം അല്ലാ. ഹറാമുകൾ നോക്കാത്ത കണ്ണുകൾ അല്ലാ. നിനക്ക് വേണ്ടി ഉറക്കമൊഴി ഇബാദത്ത് ചെയ്യുന്ന കണ്ണുകൾ നൽകണം അല്ലാ. ആരെല്ലാം എന്തെല്ലാം എവിടെ എങ്ങനെയെല്ലാം പറഞ്ഞാലും ഏതെല്ലാം തരത്തിൽ ആക്ഷേപിച്ചാലും ഞങ്ങളെ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ദൂരേക്ക് വലിച്ചെറിഞ്ഞാലും ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് നീ മതിയായവനാ, ഞങ്ങൾക്ക് നീ മതിയല്ലാ. ഞങ്ങൾക്ക് ജഡ്ജി നീയാണല്ലാ, ഞങ്ങളുടെ പോലീസ് നീയാണല്ലാ, ഞങ്ങളുടെ മജിസ്ട്രേറ്റ് നീയാണല്ലാ, ഞങ്ങളുടെ എല്ലാം നീയാണല്ലാ. അല്ലാ, നിന്നുള്ള സ്നേഹത്തെക്കാൾ മറ്റാരോ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരു അണുമണി സ്നേഹം നൽകണ്ട. നിന്റെ ഹബീബിനോടുള്ള പ്രേമത്തെക്കാൾ ഞങ്ങളുടെ ഹൃദയാന്തരത്തിൽ നീ മറ്റാരോടും ഒരു തുള്ളി പ്രേമം നൽകണ്ട. നിന്നെയും റസൂലിനെയും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രേമഭാജനമാക്കി ഞങ്ങൾ നീ കബൂലാക്കിയാലും നോക്കിയാൽ ഭൂമി, നോക്കിയാൽ ആകാശം, ഒന്നുമില്ല അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളും പക്കറ്റികളും കാലിയാ, ഞങ്ങളുടെ കൈകളും കരങ്ങളും ഒന്നുമില്ല അല്ലാ. എല്ലാമുള്ള ആലിമുൽ ഗുയൂബും വലിയുൽ മുഗ്നിയാ. നീ പറഞ്ഞല്ലോ അല്ലാഹു വലിയുൻ അൻതുമുൽ ഫുഖറാ. ഞങ്ങൾ ദരിദ്രർ വെച്ച് ഏറ്റവും പാവപ്പെട്ട ദരിദ്രരാ അല്ലാ. നിന്റെ മുമ്പിൽ നീട്ടിയ കൈകളെ മറ്റാടെ മുമ്പിലും നീട്ടാനുള്ള ഒരവസ്ഥ ഇനി ഒരിക്കലും ഞങ്ങൾക്ക് നീ വിധിക്കല്ലേ അല്ലാഹുവേ. ഞങ്ങൾ നീ ഈ ലോക വിജയികളാക്കണേ അല്ലാ, ഈ ലോക വിജയം ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാ, ഞങ്ങൾ നീ ഈ ലോക വിജയ
പെടുത്തണേ അല്ലാഹ്. നിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത പ്രകാരം ഞങ്ങൾ നീ ഇരുലോക വിജയം ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇസ്തിഖാമത്തുൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഇൽമുള്ളവൻ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഒരു നിമിഷം കൊണ്ട് പോലും നിന്നെ മറക്കുന്നവരിൽ ഞങ്ങൾ നീ പെടുത്തരുതേ അല്ലാഹ്. ഞങ്ങൾ ദുർഗുണങ്ങളൊന്നും ഈ ഞങ്ങൾ പ്രകടമാക്കാനുള്ള സാഹചര്യം വരുത്തരുതേ അല്ലാഹ്. ഞങ്ങൾ ദുർഗുണങ്ങളെല്ലാം ഞങ്ങൾ മാറ്റി പരിശുദ്ധമായ സ്വഭാവ മഹിമകളുടെ ഉടമസ്ഥരാക്കണേ അല്ലാഹ്. ഞങ്ങളെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളാരെ കാണുന്നു കേൾക്കുന്നു അവർക്കും നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാഹ്. ഇതിനുവേണ്ടി പലപൊരുതിക്കൊണ്ടിരിക്കുന്ന ധാരാളം സംഘടനകൾ നാട്ടിലും മറുനാട്ടിലുമുണ്ട് അല്ലാഹ്. ഈ ഇസ്ലാമിന് വേണ്ടി മുസ്ലിം സമൂഹത്തിന് വേണ്ടി ധാരാളം കഷ്ടപ്പാട് അനുഭവിക്കുന്ന രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഉമ്മത്തിന്റെ വിജയത്തിന് വേണ്ടി ഉമ്മത്തിന്റെ ശാക്തീകരണത്തിന് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ടല്ല. അവരെല്ലാം നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ഇഖ്ലാസോടുകൂടി നിസ്വാർത്ഥമായ സേവനം നിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുവാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുർറഹീമായ അല്ലാഹ്. എല്ലാത്തിനും ഉപരിയായി നാളെ നിന്റെ പവിത്ര മുഖം കാണാൻ ഭാഗ്യം ലഭിച്ച ഉത്കൃഷ്ടരായ മുത്തഖീങ്ങളായ നിന്റെ ആശിഖീങ്ങളിൽ ഞങ്ങൾ നീ പെടുത്തിയാലും നീ പെടുത്തിയാലും ഞങ്ങൾ നിന്റെ നീൻമുദ്രങ്ങൾ കളിച്ചവരല്ല അല്ലാഹ്. തെറ്റ് ഞങ്ങൾ ചെയ്തു പോയി അല്ലാഹ്. പക്ഷെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ മതത്തെ തൊട്ട് കളിച്ചിട്ടില്ല. ഞങ്ങൾക്ക് നീ പുറത്തു വന്നാൽ ഇവർക്കാരാണോ പുറത്തു കൊടുത്ത് ചോദിക്കാനുള്ള ധൈര്യം ഇവിടെ ഒരു ഭരണാധികാരിക്കുമില്ല അല്ലാഹ്. നീ ഞങ്ങളെ എങ്ങാണ് നാളെ മനുഷ്യരിൽ വരുമ്പോൾ നിന്റെ അധികാരത്തിന്റെ ബലത്തിന്റെ മുന്നിൽ നീ ഞങ്ങളെ ശിക്ഷിച്ചാൽ ഇവരെ ശിക്ഷിക്കാൻ ആരാണ് ധൈര്യം കാണിച്ച് ചോദിക്കാനുള്ള ഒരു മഖ്ലൂക്ക് നിന്റെ അടുക്കലില്ല അല്ലാഹ്. അല്ലാഹ് ഞങ്ങൾക്ക് നീയാണല്ലാഹ് ഏറ്റവും വലുത്. പറയുന്നത് പോലെ ഉള്ളിലും അല്ലാഹുവേ ഞങ്ങളെ നാടി നരമ്പിലും ശിരസ് മുതൽ പാദം വരെയും അല്ലാഹുവേ രാത്രിയിലും പകലിലും ചുരുളിലുമെല്ലാം നീയായി മാറാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. ഞങ്ങളെ നീ സ്വീകരിക്കണേ. ഞങ്ങൾക്ക് നീ കൃപ ചെയ്യണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربي ارحمهما كما ربيانا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صل وسلم بارك على حبيبك سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بحق اسم الله